പാനലിങ് ചെയ്തിട്ട് തേക്കിൻ്റെ ഇതും ചെയ്ത് നമ്മൾ LED ലൈറ്റ്സ് 4K അൾട്രാ 3D ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെയായിട്ടും അവതരിപ്പിക്കാത്ത ഒരു പുതിയ കണ്ടന്റിനെ കുറിച്ചാണ്. റിനോവേഷൻ ചെയ്ത വീടിനെ കുറിച്ച്. അതെ, ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ kattanam എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ യൂടെക് ഹോം സൊല്യൂഷൻസിൻ്റെ പുതിയ റിനോവേഷൻ ചെയ്ത ഒരു വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി Claritech Info.ലേക്ക് സ്വാഗതം. സോ യൂടെക് ഹോം സൊല്യൂഷൻസിൻ്റെ ഓണർ ഉല്ലാസേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത ഒരു പുതിയ വർക്കിന് റിനോവേഷൻ ചെയ്ത ഒരു വീടിനെ കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്ന് പറയണം. ഓക്കെ, നമ്മളിത് ആദ്യത്തെ എങ്ങനെയാണ് രൂപം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലായത് എന്തുമാത്രം ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മളിത് റിമോട്ട് ഗേറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് കയറി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാർപോർട്ടിനുള്ള പില്ലർ നമ്മളിപ്പോൾ വെട്ടുകലിൻ്റെ ആ ഒരു മെത്തേഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ ജിപ്സം സീലിംഗ്, പിന്നെ ഇത് ഫുള്ള് നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്നത് തേക്കിന്റെ ആ ഒരു സ്പ്രേ പെയിന്റ് ചെയ്ത് തേക്കാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്. പൂജാമുറിക്കകത്ത് നമ്മൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് സിറ്റ് ഔട്ടിന്റെ ഇതായിട്ട് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് കുറച്ച് മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇൻഡോർ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സെൻസറിങ് ലോക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് ലോക്കാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ലിവിങ് ഏരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3D ആർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിപ്സം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വുഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പെയിന്റ് ചെയ്ത് വുഡ് ആക്കിയിട്ടുണ്ട്. അത് ചില പാർട്സ് മാത്രം പെയിന്റ് ചെയ്തിട്ട് വുഡ് ആക്കി അതെ പോളിഷ് ചെയ്തേക്കാണ്. ടേക്കിൻ്റെ ഇത് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ ഒരു കോർണർ സെറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ 4 പില്ലറാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഓപ്പൺ സ്പേസിൽ ഇട്ടിരുന്നത്. നമ്മുടെ ആ ഡൈനിങ്ങിലോട്ട് പോകാനുള്ള അത് നമ്മളത് ഡിസൈൻ ചെയ്യാനായിട്ട് ചെറിയൊരു വർക്ക് നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് TV യൂണിറ്റാണ് അവിടെ. അപ്പോൾ TV യൂണിറ്റ് അവർ പിന്നെ വെക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് ഒരു 3D ആർട്ടൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ചെയ്തിട്ട് സെൻട്രലായിട്ട് നമ്മൾ TV ഫിറ്റ് ചെയ്യുക. പിന്നെ അത് നമ്മുടെ TV യൂണിറ്റിന് നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഫാനാണ്. ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് പുള്ളിക്കാരൻ കൊണ്ടുവന്നതാണ്. റിമോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റും ഫാന് ഈ ഭാഗത്ത് കയറുന്ന ടൈപ്പുള്ള ഫാനാണ്. അത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ലിവിങ് ഏരിയയിലാണ്. അതുപോലെ നമ്മുടെ സ്റ്റെയർ നമ്മൾ നേരത്തെ തടിയായിരുന്നു ഫുൾ. അത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റീലും ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വുഡിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റെയർ ഫുള്ള് നമ്മൾ പാനലിങ് ചെയ്തിട്ട് തേക്കിൻ്റെ ഇതും ചെയ്ത് നമ്മൾ LED ലൈറ്റ്സ് സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ മേളിൽ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളൊരു വർക്കും ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡൈനിങ് ഉണ്ട്. ഡൈനിങ് അടുത്ത റൂമാണ്. നമ്മുടെ തിയേറ്ററാണ് ചെയ്തിരിക്കുന്നത്. അത് 4K ഓവറോ 3D ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമറുടെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണോ അതോ എങ്ങനെയാണ്? ഇത് കസ്റ്റമറിന് ഇതൊരു ബെഡ്റൂം ആയിരുന്നു. നേരത്തെ 2 ബെഡ്റൂം ആയിരുന്നു ഇത്. നമ്മളിത് ഒരു ബെഡ്റൂം കം തിയേറ്റർ ആക്കി. പിന്നെ അതിനകത്ത് നമ്മളൊരു ഡ്രസ്സിന്റെ റൂമും എല്ലാം കൂടെ സെപ്പറേറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇത്രയാണ് ഇതിനകത്തുള്ളത്, ഈ തിയേറ്ററിനകത്തുള്ളത്. നമുക്ക് അതൊക്കെ അത്യാവശ്യം റൂമായിട്ട് യൂസ് ചെയ്യാം, തിയേറ്ററായിട്ട് യൂസ് ചെയ്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ 4K അൾട്രാ 3D ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ണൻചേട്ടൻ അതിന്റെ ടീമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും സൗണ്ട് പ്രൂഫും കാര്യങ്ങളും എല്ലാം ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സെൻസറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മുടെ 2 സീറ്റ് അറേഞ്ച്മെന്റ് മൊത്തം 5 സീറ്ററാണ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കിടക്കാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിപ്പോൾ നമ്മൾ ബെഡിലോട്ട് മാറ്റാൻ, നമ്മുടെ കട്ടിലോട്ട് മാറ്റാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 3D എഫക്റ്റ് ആണ്. 3D നമ്മൾ മിറർ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിനേക്കാളും പക്ക എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിംഗ് റൂമാണ്. നമ്മളത് അത്യാവശ്യം കബോർഡും വർക്കും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡ്രസ്സുകൾ മിററും വെച്ച് നമ്മൾ ഡ്രസ്സിനുള്ള ഒരു സ്പേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുൾ അലക്സയാണ്. പുള്ളിക്കാരൻ ഗൾഫിലാണ്. അവിടെ ഇരുന്നുകൊണ്ടാലും വീട്ടിലെ കാര്യങ്ങൾ, ലൈറ്റ് ഓഫ് അല്ലെന്നുണ്ടെങ്കിൽ AC, ഫുൾ കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ വഴി ചെയ്യാൻ പറ്റും. അലക്സ കൺട്രോളാണ് വീട് ഫുൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടീമിലെ ബിനിച്ചേട്ടൻ ആൻഡ് ടീം മലപ്പുറം അവരാണ് ചെയ്തിരിക്കുന്നത്. പെയിന്റിംഗ് വർക്ക് അനീഷേട്ടൻ ആൻഡ് ടീമാണ് ചെയ്തിരിക്കുന്നത് യൂടെക് ഹോം സൊല്യൂഷൻസിലെ. പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് സജു, സഞ്ജു, റോണി എല്ലാവരാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ബാത്റൂമുകളുണ്ട്. അതെ, ബാത്റൂം ഉണ്ട്. അത് നമ്മുടെ സെൻസറാണ്. നമ്മൾ എപ്പോഴും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിലാണ് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നൊരു സംഭവം ബാത്റൂമിലാണുള്ളത്. ഇവിടുത്തെ ബാത്റൂം അല്ല, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ നമ്മുടെ സെൻസ് ചെയ്ത് മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. നമ്മളിത് അടിച്ചറിയാം, നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ ലൈറ്റ് ഓഫ്. അങ്ങനെ സെൻസറാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നമ്മൾ ഗ്ലാസ് പാർട്ടിഷൻ ചെയ്ത് ഡ്രൈ ആൻഡ് വെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുള്ള് ആ ടൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലാക്ക് ക്ലോസറ്റും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവർ കാര്യങ്ങളെല്ലാം സിംഗിൾ പീസ് ഷവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷവർ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇരുന്ന് കുളിക്കണമെന്നിട്ട് അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു ഷോക്കേസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ചേച്ചിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ചേച്ചിക്ക് ഭയങ്കരമായിട്ടൊരു പടം ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ ചെയ്തതാണ്. 3D ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ജിപ്സം വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ എഡിറ്റ് സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ കബോർഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ചെയ്ത് അവിടെ നമ്മൾ പണ്ടത്തെ ഒരു ഷോക്കേസ് ആയിരുന്നു. അത് നമ്മൾ വേറൊരു മോഡലാക്കി നമ്മൾ എടുത്ത് ഫർണിഷ് ചെയ്ത് നമ്മൾ അങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ആർട്ട് വർക്കിന്റെ കുറച്ച് വർക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തേക്ക് അത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതിനാണ് ഈ വയറും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇന്ന് കംപ്ലീറ്റ് ആക്കി നമ്മൾ നൈറ്റ് കൊണ്ടുവിടുന്ന നേരമാണ്. ബാത്റൂമും കാര്യങ്ങളൊക്കെ ബാത്റൂം നമ്മൾ 2 ഭാഗം, ഒരു കോമൺ ഒരു അറ്റാച്ച്ഡ് ആണ്. താഴെ മേടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് രണ്ടും നമ്മൾ വെറ്റ് ആൻഡ് ഏരിയ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസും കൗണ്ടർ വാഷ് ബേസാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത്രയോടെ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന കാര്യം. പിന്നെ അത്യാവശ്യം പുറത്ത് നമ്മളൊരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇത് വീടിന്റെ ഹൗസ് ഓണർ ഫാമിലിയാണ്. ഹരിചേട്ടനും ഈശ്വര ചേച്ചി. നമ്മളവരുടെ ഇപ്പം 6 വീട് നമ്മൾ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം സ്വന്തം വീട് ചെയ്യാൻ പറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊരു വർക്ക്? ഉല്ലാസകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ്, എൻ്റെ ഒരു ബ്രദറായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷനിലായി. അത് ഈ വർക്കിന് ശേഷം ആണ്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഒരു വില്ല പ്രോജക്റ്റ് ആദ്യമേ 2 വില്ല ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അപ്പം ഉല്ലാസമായിട്ടുള്ള ആ ഒരു, ഞാൻ സത്യത്തിൽ ഞങ്ങളിവിടെ അല്ല, ഞങ്ങൾ മസ്കറ്റിലാണ്. അപ്പം ഞങ്ങളിവിടെ ഇല്ല. പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ പോലും ഞങ്ങളിവിടെ ഇല്ല. ഇനിഷ്യൽ സ്റ്റേജിൽ പോലും ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ടാണ് ഉല്ലാസമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്, നേരിട്ട് കണ്ടിട്ടില്ല. ഈ മാസമാണ് ആക്ച്വലി ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തത്. 1 വർഷത്തിന് മേളിലാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. എല്ലാം ഫോണിൽ കൂടെയാണ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടുത്തെ പ്രോജക്റ്റ് തുടങ്ങിയത്. ആദ്യമേ 2 വില്ലയായിരുന്നു തുടങ്ങിയത്. 2 വില്ല കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 കഴിഞ്ഞു. ഇപ്പൊ 6ാമത്തെ ആ രീതിയിൽ ഇതിനപ്പുറത്തായിട്ട് തന്നെയാണ്. അപ്പം അതിനുശേഷം ഇപ്പം എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി, എനിക്കൊരു ഹോം തിയേറ്റർ വേണം. അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു. അപ്പോൾ അതൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞങ്ങളൊരു ഹോം തിയേറ്റർ ആണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഉല്ലാസമായിട്ട് കോൺടാക്ട് ചെയ്ത് പിന്നെ ഉല്ലാസിൻ്റെ ഐഡിയസ് ആയിരുന്നു മൊത്തം. അപ്പോൾ കുറേ ഉല്ലാസിൻ്റെ ഐഡിയകളും അങ്ങനെ ഞങ്ങളുടെ ഐഡിയകളും എല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ടൈം. അങ്ങനെ നമുക്ക് ടൈം ഇതിൽ ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ ആകെപ്പാടെ ഇപ്പോൾ വന്നിട്ട് ഒരു 10 ദിവസമായുള്ളൂ. അപ്പം ഈ 1 മാസം കൊണ്ടാണ് ഈ പ്രോജക്റ്റ് മൊത്തം ഫിനിഷ് ചെയ്തേക്കുന്നത്. ഒരു ഏകദേശം എന്റെ കണക്കൂട്ടലിൽ ഒരു മോർ ദാൻ 5 മന്ത് വേണം ഇതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. ഉല്ലാസിന്റെ കുറച്ച് ലേബേഴ്സും അവരുടെ വർക്കേഴ്സും എല്ലാം കൂടിയിട്ട് അവരുടെ സഹകരണം കൊണ്ട് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു ബെനിഫിറ്റ്. ഹാപ്പിയാണ്. ഇതിന്റെ വൈഫാണ്. വൈഫിന്റെ എനിക്ക് സെയിം അഭിപ്രായം തന്നെ ഉള്ളൂ. എന്തായാലും ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷയല്ല. അതിപ്പം 1 മന്ത് കൊണ്ട് തന്നെ എല്ലാം കെയർ ഓഫിൽ തന്നെ എല്ലാം ഉല്ലാസം കോർഡിനേഷൻ തന്നു. ആ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തീർക്കാൻ പറ്റും. തീർച്ചയായും. അതുപോലെ തന്നെ ഹോം തിയേറ്റർ ഇത് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. കണ്ണൻ എന്ന് പറഞ്ഞിട്ടാണ്. കണ്ണൻ ചേട്ടൻ്റെ ഒരു അവരെയൊക്കെ കോൺടാക്ട് ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി എനിക്കൊരു ഹോം തിയേറ്റർ വേണം. അതും ഉല്ലാസിന്റെ കെയർ ഓഫിൽ തന്നെയാണ് കണ്ണൻ ചേട്ടനും നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു എനിക്കൊരു ഹോം തിയേറ്റർ വേണം. പിന്നെ പുള്ളിയുടെ ഓരോ ഐഡിയകൾ പറഞ്ഞു. ഓരോ 3D മതി എന്ന് തന്നെ പുള്ളി പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഐഡിയകൾ പിന്നെ നമ്മൾ എൻ്റെ കുറച്ച് ഇതുണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പുള്ളിയുടെ ഐഡിയ തന്നെ വന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ നേരത്തെ ദുബൈയിൽ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഐഡിയാസും ഉണ്ട്.
നമുക്ക് പ്രോജക്റ്റിൽ അത്യാവശ്യം പരിചയമുണ്ട്. 5-6 വർഷം ഞാൻ പ്രോജക്ട് മാനേജറായിട്ട് ദുബായിൽ വർക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ബിസിനസ്സുമായിട്ട് ഞങ്ങൾ മസ്കറ്റിലെത്തിയത്. അപ്പം ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയകൾ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയെല്ലാം പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ടൈമില്ല. അതായത് നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് പക്ഷേ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്കിപ്പോൾ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഉല്ലാസം ബാക്കിയുള്ള ടീമും മൊത്തത്തിലുള്ള ഒരു കോർഡിനേഷനിൽ ഒരു മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡേ ആൻഡ് നൈറ്റ് ആയിരുന്നു അവിടെ വർക്ക്. അതിന് പണിക്കാർക്ക് ഒത്തിരി താങ്ക്സ്. അവർ ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ പെയിന്റേഴ്സ്, അനീഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട്. അത് മെയിനായിട്ട് പറയേണ്ടത് നമ്മളെ കാർപ്പൻറ്റേഴ്സ്, അവർ മലപ്പുറം വിനു ടീമായിരുന്നു. അതൊക്കെ എല്ലാം ഉല്ലാസിന്റെ ഒരു ആൾക്കാരാണ്, ഉല്ലാസിന്റെ കെയർ ഓഫിലുള്ള ആൾക്കാരാണ്. ആ ഒരു ടീമും ഉല്ലാസിന്റെ കോർഡിനേഷനുമാണ് മെയിനായിട്ട്. എന്ന് വെച്ചാൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. ഇത്രയും ഈ ഒരു മാസം കൊണ്ട് ഇത്രയും പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാനൊരു പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതെ, നമ്മൾ ആദ്യത്തെ ഇവിടുത്തെ രൂപം ഇത് ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ പെയിന്റിങ് അനീഷ് ചേട്ടൻ, അതുപോലെ ജിപ്സം വർക്കും അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ജയകൃഷ്ണന് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ അരിഞ്ചേട്ടനും ഫാമിലിയും. ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ താമസിച്ചുണ്ടായത് വർക്ക്. അപ്പൊ നമ്മള് മുകളിലോട്ട് അപ്സ്റ്റെയറിലോട്ട് ഞങ്ങൾ മാറി. അവിടെ വളരെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു അത്. പക്ഷേ ഈ ഒരു മാസം കൊണ്ട് തന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷമായി. ചേട്ടാ, അപ്പം ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ടീം വർക്ക് അത് നമുക്ക് നേരത്തെ നമ്മളെ വീഡിയോസ് അത് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇവിടെയും അത് തന്നെ ഒരു റിനോവേഷൻ ചെയ്ത വീടിനെ കുറിച്ച് ഉള്ളൊരു വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ തന്നെ ചേട്ടൻ സഹകരിച്ച് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഉണ്ടാകുന്ന സഹകരണങ്ങൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. പിന്നെ യൂടെക് ഹോം സൊല്യൂഷൻസിന് ബ്രാഞ്ചുകളൊന്നുമില്ല, നമ്മുടെ ഒരു നമ്പറുള്ള അതിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ശ്രീരാജ്.